വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2-3 ദിവസത്തിന് ശേഷമാണ് വീഡിയോസ് ഒക്കെ വരുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് കാരണം സൗണ്ട് നോക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാറുള്ളത്. ഓക്കെ, ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. അതിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് വീഡിയോസ് EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ 2025 TGT PGT അതുപോലെ തന്നെ നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ രീതിയിലുള്ള വീഡിയോസും ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്, എന്താണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, എത്രത്തോളം സ്കൂളുകൾ ഉണ്ട്, എന്താണ് ഈ പോസ്റ്റിന്റെ റെലവൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നും കൂടി ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ ഒത്തിരി പേര് അറിഞ്ഞുകൂടാത്തവരുണ്ട്, അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കൈകളിലേക്ക് എത്തുന്നത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഒരുപാട് പേര് ഇത് അറിഞ്ഞുകൂടാത്ത, ഇങ്ങനെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും. അവരിലേക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോസ് എത്തട്ടെ, അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അതായത് കാരണം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം, ഈ മാസം 23 ആണ്. ഒക്ടോബർ 23 വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അധിക ദിവസങ്ങളില്ല. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ലൈക്കുകൾ കൊണ്ടും ഷെയറുകൾ കൊണ്ടും വീഡിയോക്ക് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്ത് എല്ലാവരുടെ അടുത്തേക്കും എത്തിക്കും. ഇനി നിങ്ങളിലേക്ക് എത്തുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാം ESSC 2025 വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് അവരാണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ്. അറിഞ്ഞുകൂടാത്തവർ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഭാഗമായിട്ടുള്ള മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് അല്ല, അല്ലെങ്കിൽ അവർ നടത്തുന്ന ഏകദേശം 757 സ്കൂളുകൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ഇത് 4 സ്കൂളുകളാണുള്ളത്. ഓക്കെ, 4 സ്കൂളുകൾ കേരളത്തിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ജോലി കിട്ടിക്കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ 2-3 മാസത്തിൽ തിരിച്ച് ട്രാൻസ്ഫർ അടിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാം കൂടിയാണിത്. ഓക്കെ, അപ്പം നിങ്ങൾ KVS പോലെ NVS പോലെയുള്ള ഒരു ഇഷ്യൂസ് ഇവിടെ ഇല്ല, ഈ എക്സാംസിന് ഇല്ല. അപ്പം പെട്ടെന്ന് ഈ വീഡിയോ തീർക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ എക്സാമിന് ആദ്യം എല്ലാവരും ആലോചിക്കുന്നതിന്റെ ഫീസ് സ്ട്രക്ചർ ആണ്. ഫീസ് സ്ട്രക്ചർ ഇതില് ഗേൾസിന്, വുമൻസിന്, ഫീമെയിലിന്, അത് ഫീമെയിലിന് SC/ST ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, അവർക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ല. ഉള്ളി രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. 500 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും, ജനറൽ സെക്ഷനിലുള്ള മെൻസിന്, അതായത് ബോയ്സിന് എല്ലാവർക്കും 2000 രൂപ ആപ്ലിക്കേഷൻ ഫീസും 500 രൂപ പ്രോസസിംഗ് ഫീസുമാണ് പ്രിൻസിപ്പലിന് അപ്ലൈ ചെയ്യേണ്ടത്. ടോട്ടൽ 2500. PGT ആൻഡ് TGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിനും ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിനും ആപ്ലിക്കേഷൻ ഫീസ് 1500, പ്രോസസിംഗ് ഫീ 500, അങ്ങനെ ടോട്ടൽ 2000 ആണ്. 2000 TGT PGT. നോൺ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 1500 രൂപയാണ് വേണ്ടത്. ഓക്കെ, മെൻസിന്. ഓക്കെ, വുമൻസിന് ഇതൊന്നുമില്ല. ഉള്ളി ഏതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 500 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാംസ് ടയർ 1, ടയർ 2 എന്തൊക്കെയാണ് സിലബസ് നിങ്ങൾക്ക് ഉള്ളത്, ഈ ചാനലിൽ തന്നെ ഇതിന്റെ പ്ലേലിസ്റ്റിൽ, അതായത് EMRS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവർ അതിൽ പോയി നോക്കിയിട്ട് അത് കാണുക. വളരെ സിമ്പിൾ എക്സാംസ് ആണ്. ഇനി ഇതിൽ എന്തൊക്കെ പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളതെന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ഇത് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. മൊത്തത്തിൽ 7267 വേക്കൻസികളാണ് നിലവിലുള്ളത്. പ്രിൻസിപ്പാൾ, ഓക്കെ, 225 വേക്കൻസി. കേരളത്തിൽ നിന്ന് ആരും അങ്ങനെ അപ്ലൈ ചെയ്ത് കണ്ടിട്ടില്ല. PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ 1960, TGTC 3962, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550, ഹോസ്റ്റൽ വാർഡൻ 635, അക്കൗണ്ടന്റ് 61, JSA ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് 228, ലാബ് അറ്റൻഡന്റ് 146. അങ്ങനെ 7267 വേക്കൻസിയാണ് നമ്മുടെ EMRS 2025 2.0 ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഓരോന്നും, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോകാം, PGT. ഇപ്പൊ ഞാൻ പറഞ്ഞത് PGT കോഴ്സുകളാണ്. PGTയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രം മതി. ഇതിന് രണ്ടിനും കൂടി 50% മാർക്ക്. ഇതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ C.TET അതുപോലെ KTET എന്നിവയുടെ ആവശ്യം ഇവിടെ ഇല്ല, ഇവിടെ വേണ്ട, PGTക്ക് വേണ്ട. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ സയൻസ് TGTയും PGTയും അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾ IT-ലുള്ള കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദം മതി. B.Ed വേണ്ട, ഇവിടെ B.Ed വേണ്ട. ഓർക്കുക, കമ്പ്യൂട്ടർ സയൻസുകാരെ ഓർക്കുക, കമ്പ്യൂട്ടർ പഠിച്ചവരെ, IT പഠിച്ചവരെ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരെ, നിങ്ങൾ TGTയും PGTയും അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് B.Ed വേണ്ട, നിങ്ങളുടെ PGയോ ഡിഗ്രിയോ മതി. ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. 154 പോസ്റ്റ് ഉണ്ട്. 154 പോസ്റ്റ്. അത് അൺറിസർവ്ഡ് 64, EWS 15, OBC NCL 41, SC 23, ST 11, ബാക്കി ദിവ്യാംഗർ 1, 2, 2, 4, 5, 6 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ദയവായിട്ട് മനസ്സിലാക്കിയിരിക്കുക, B.Ed വേണ്ട ഇവിടെ. ഓക്കെ, ഇനി TGTയിലേക്ക് വരുമ്പോഴത്തേക്ക് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ B.Ed വേണ്ട, TGTക്കും B.Ed വേണ്ട.
ഓക്കെ, ആർക്കാണ്? കമ്പ്യൂട്ടർ സയൻസിന്. ഇനി അതുപോലെ തന്നെ ഒരു സംശയമുള്ളത് TGT സയൻസ്. TGT സയൻസ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഫിസിക്സുകാർക്കോ കെമിസ്ട്രിക്കാർക്കോ പറ്റത്തില്ല. TGT സയൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇലക്ടീവ് ആയിട്ട് മെയിൻ ആയിട്ട് ഒരു ബയോളജി സബ്ജക്ട് പഠിച്ചിരിക്കണം. ബയോളജി സയൻസോ എൻവയോൺമെന്റൽ സയൻസോ ബോട്ടണിയോ സുവോളജിയോ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ TGT സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സബ്ജക്ട് കോമ്പിനേഷൻ എല്ലാം ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. ഓക്കെ മതി. ഇനി രണ്ടാമതായിട്ട് വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം ഇവിടെ വിളിച്ചിട്ടുണ്ട്. മലയാളം TG ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മലയാളം അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ നിങ്ങൾക്ക് സെറ്റോ നെറ്റോ കേറ്റോ ഒന്നും ഉണ്ടെങ്കിൽ പോലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് C-TET വേണം, C-TET 2 വേണം. C-TET 2 മലയാളത്തിൽ ഉണ്ടായിരുന്നാൽ മാത്രമാണ് ഇവിടെ മലയാളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓർക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു PGTക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ പറയുന്നത് PGയും B.Edഉം മാത്രം മതി. C-TETോ കേറ്റോ നെറ്റോ സെറ്റോ ഒന്നും തന്നെ വേണ്ട. എന്നാൽ TGT അപ്ലൈ ചെയ്യാനായിട്ട്, TGT ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് B.Ed പ്ലസ് C-TET 2 വേണം. C-TET 2 അല്ല, കേറ്റ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. C-TET 2 വേണം. അപ്പൊ എത്രയും പെട്ടെന്ന് ഓടിപ്പോയി അപ്ലൈ ചെയ്തോളൂ. 2550 പോസ്റ്റുകളിലേക്കാണ് TGT വിളിച്ചിരിക്കുന്നത്. PGT 1460 പോസ്റ്റുകളിലേക്ക്. ഇനി നോൺ ടീച്ചിങ്, ഇനി അതർ മിസലേനിയസ് ആയിട്ടുള്ള കാറ്റഗറീസ് വരുമ്പോഴത്തേക്ക് മ്യൂസിക് ടീച്ചർ വിളിച്ചിട്ടുണ്ട്, ആർട്സ് ടീച്ചർ വിളിച്ചിട്ടുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ മെയില് ഫീമെയിൽ സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്. മൊത്തം 1189 വേക്കൻസീസ് ആണ്. എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് നോൺ ടീച്ചിങ് പോസ്റ്റ്, ഹോസ്റ്റൽ വാർഡൻ മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ TGTക്കോ PGTക്കോ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോൺ ടീച്ചിങ് പോസ്റ്റും കൂടി വേണമെങ്കിൽ അതിനും കൂടി അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും ഏറ്റവും നല്ല പോസ്റ്റുകളാണ്, ഒരുപാട് വേക്കൻസികൾ ഉള്ള പോസ്റ്റുകളാണ്. ഹോസ്റ്റൽ വാർഡൻ മെയിൽ ആൻഡ് ഫീമെയിൽ വളരെയധികം പോസ്റ്റുകളുണ്ട്. വളരെ സിമ്പിൾ എക്സാം ആണ്. ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550 പോസ്റ്റ് ഉണ്ട്. അക്കൗണ്ടന്റ് 61, ജൂനിയർ സെക്രട്ടറി 228, ലാബ് അറ്റൻഡന്റ് 146, ടോട്ടൽ 1620 വേക്കൻസികളാണ് ഇവിടെ നിലവിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പോയി അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഓരോന്നിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തു തരാം. ഉടനെ അപ്ഡേറ്റ് ആയിട്ട് വരും, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉടനെ നോൺ ടീച്ചിങ്, പ്രധാനമായിട്ടും നോൺ ടീച്ചിങ് ആണ്. ബാക്കി നിങ്ങൾ EMRS എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ പോകാൻ പറ്റും. ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. ആ ടെലഗ്രാം ചാനലിൽ ഈ EMRS നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലവില് ഫോട്ടോ പ്ലസ് സിഗ്നേച്ചർ മാത്രം ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി. വേറെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റ് വായിക്കാനോ NCL വായിക്കാനോ നിൽക്കണ്ട. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഡേറ്റ് October 23 ആണ്. ഈ October 23 മുമ്പ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതിയാവും കേട്ടോ. ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതിയാവും. അപ്ലൈ ചെയ്യുന്ന നേരത്ത് ഈ സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ട. ഇനി CGPA ഉള്ളവര്, CGPA മാർക്ക് ലിസ്റ്റ് ഉള്ളവര് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് എടുത്തിട്ട് മാർക്ക് എടുക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 ആയിട്ട് നിങ്ങളുടെ മാർക്കിനെ കൺവേർട്ട് ചെയ്യുക. 1000ൽ നിങ്ങളുടെ CGPA പെർസെന്റേജ് അറിയാം. ജസ്റ്റ് എക്സാമ്പിൾ 75.5 ആണ് CGPA കിട്ടിയതെങ്കിൽ മാർക്ക് 755 ആവും അല്ലേ. അപ്പൊ ടോട്ടൽ മാർക്ക് 1000, അവാർഡ് മാർക്ക് 755. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിൽ നിങ്ങളുടെ CGPA കൺവേർട്ടർ എഴുതിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ല പോസ്റ്റാണ്, വളരെ നല്ല വേക്കൻസിയാണ്, വളരെ കുഞ്ഞു സിലബസ് ആണ്, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആ സിമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്താണ് സിലബസ് പാറ്റേൺ എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ്, എക്സാം സ്ട്രാറ്റജീസ്, സ്റ്റഡി സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ ചാനലിൽ ലൈവ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പോയി കാണാം. ഇനി ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ വിളിച്ചു ചോദിച്ചാൽ മതി. ക്ലാസ് എല്ലാവർക്കും, ജോലി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം ക്ലാസ് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ്. പിന്നെ NCERT നോട്ട്സ്, NCERT PDF നോട്ട്സ്, പിന്നെ ഒരു $50,000 $50,000 PYQ ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പം ഇതാണ് ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ താല്പര്യമുള്ളവരും ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 14, 13, 14, 21 ഡേറ്റുകളായിട്ടാണ് എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 മാസമാണുള്ളത്. വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കണം. വളരെ കുഞ്ഞു കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ടയർ റൗണ്ടിൽ. ജസ്റ്റ് ജനറൽ സെക്ഷൻ മാത്രമാണ് ടയർ റൗണ്ടിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ EMRS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും കിട്ടും. അതുപോലെ തന്നെ ലൈവ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിന്റെ ലിങ്കുകൾ കാര്യങ്ങളെല്ലാം കിട്ടും, മോഡൽ ക്ലാസ്സുകൾ കിട്ടും. നോക്കുക. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അല്ലാത്തവര് ഏത് രീതിയിലായിരുന്നാലും ഇത് പഠിക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് തീരുമാനിക്കുക, പഠിച്ചു തുടങ്ങുക. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഇതൊന്നും കൂടി പറഞ്ഞത് ദയവായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നവര് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഇത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരിലേക്കൊക്കെ ഷെയർ കൊടുക്കുക. അല്ലാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് ഒത്തിരി സുഹൃത്തുക്കളിലേക്ക്, ഒത്തിരി അധ്യാപകരിലേക്ക് ഇതെത്തിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത്, ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് 50 വയസ്സാണ്. PGT അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി
50 വയസ്സാണ് PGT. ശ്രദ്ധിക്കുക, PGTയുടെ പ്രായപരിധി 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. PSC എഴുതാൻ പറ്റുന്നില്ലേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ ചാടി ഉണർന്നു നിൽക്കുക, അപ്ലൈ ചെയ്യുക. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. TGT ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. 45 വയസ്സ് വരെയും TGTക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഗേൾസിന് മാത്രമാണ് ഈ റിസർവേഷൻ ഉള്ളത്. ഗേൾസിന് 10 ഇയർ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതിവിടെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടുള്ളതാണ്, പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. 10 വർഷം ഉണ്ടോ, 10 വർഷം കിട്ടുമോ, ശരിയാണോ? നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിക്കാത്തതുകൊണ്ടാണ്. നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും എടുത്ത് വായിക്കുകയാണെങ്കിൽ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കാര്യം കാണാൻ പറ്റും. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിക്കേണ്ട. അപ്പൊ സ്ത്രീകൾക്ക്, വുമൻസിന് PGT അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 10 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. TGT ആണെങ്കിൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ജെൻസിന് PGT അപ്ലൈ ചെയ്യാനായിട്ട് 40 വയസ്സും അതുപോലെ തന്നെ TGT അപ്ലൈ ചെയ്യാനായിട്ട് 35 വയസ്സേ ഉള്ളൂ കേട്ടോ. അതേ പറ്റുള്ളൂ. പക്ഷെ ഗേൾസിന് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പൊ പഠിച്ച് വിഷമിച്ച് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കാതെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, തന്നിട്ടുണ്ട് ഗവൺമെന്റ്. ചാടി കയറി അപ്ലൈ ചെയ്ത് എവിടെ കിടക്കുന്നുണ്ടോ ഈ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് പേഴ്സൺ റിലാക്സേഷൻ ഈസ് പെർമിസിബിൾ ടു വേരിയസ് ആപ്ലിക്കേഷൻ അണ്ടർ എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്. ഈ പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ വുമൺ ഓൾ കാറ്റഗറി ഓൺലി ഇഫ് അപ്ലൈയിങ് ഫോർ PGTs ആൻഡ് TGTs. അതായത് വുമൺ കാറ്റഗറിയിൽപ്പെട്ടവര്, അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഓൺലി ദ സ്പെസിഫിക്കേഷൻ വുമൺ എന്നുള്ള സ്പെസിഫിക്കേഷൻ മാത്രമാണ്. എങ്കിൽ എത്രയുണ്ട്? 10 വർഷത്തെ റിലാക്സേഷൻ, 10 ഇയർ റിലാക്സേഷൻ ആണ് ലഭിക്കുന്നത്. 10 വർഷത്തെ റിലാക്സേഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PGTക്ക് എത്ര, PGT എന്ന് പറയുന്നത് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PGT 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. TGT 45 വയസ്സ് വരെയും വുമൻസിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഓടിപ്പോയി അപ്ലൈ ചെയ്തോളൂ. കാരണം ലാസ്റ്റ് ഡേറ്റ് October 23 ആണ്. അപ്ലൈ ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട, ജസ്റ്റ് ഫോട്ടോ സിഗ്നേച്ചർ മാത്രം മതി. October 23 മുമ്പ് നിങ്ങൾക്ക് മതിയായ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അതാത് സെന്ററുകളിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിരുന്നാൽ മതി. ആ സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നത് നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സായി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുകളിൽ പറഞ്ഞ 77 36 75 04 73 പറയുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ. എല്ലാം റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും തുടക്കം മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, വേറെ ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും 24 ഹവറും ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. 77 36 75 04 73 പറയുന്ന നമ്പറിലേക്ക് അഡ്മിഷൻ ആയി കഴിഞ്ഞാലും ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.